നമ്മൾ പലതരത്തിലുള്ള വെബ്സൈറ്റുകളിൽ കയറുമ്പോഴും ടെലിഗ്രാം പോലുള്ള പല സോഷ്യൽ മീഡിയസിൽ കയറുന്ന സമയങ്ങളിലും നമുക്ക് ഇത്തരത്തിലുള്ള പല മെസ്സേജുകളും കാണാറുണ്ടായിരിക്കും. ആദ്യ സമയം ആ മെസ്സേജ് കാണുന്ന നമ്മളെല്ലാവരും വളരെ കൗതുകത്തോടെ തന്നെയാണ് അവയെ നോക്കി കാണാറുള്ളത്. കാരണം മാർക്കറ്റിൽ ലക്ഷക്കണക്കിന് വിലയുള്ള പലതരത്തിലുള്ള ഗാഡ്ജറ്റുകളും വളരെ ചീപ്പ് റേറ്റിന്, അതായത് 1000-നും 2000-നും 3000-നും 4000-നും ഒക്കെ നമുക്ക് ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവരെങ്ങനെയാണ് ഇതെല്ലാം സെയിൽ ചെയ്തത് എന്നറിയുവാനായിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട്. ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ഇന്നിവിടെ അപ്ലോഡ് ചെയ്തതിൻ്റെ ഏറ്റവും വലിയ കാരണം എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്ത് അവനൊരു ഫോൺ വാങ്ങിക്കുവാനായിട്ട് ഒരുപാട് പൈസ സ്വരൂപിച്ച് വയ്ക്കുകയും ഇത്തരത്തിൽ ഒരു മെസ്സേജിൻ്റെ ഫലമായിട്ട് ഈ ആളുകളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു. അവസാനം അവൻ്റെ കയ്യിലുണ്ടായിരുന്ന എല്ലാ പൈസയും ആ ഒരു ആളുകൾക്ക് അയച്ചു കൊടുക്കുകയും അവസാനം കബളിപ്പിക്കപ്പെടുകയും ചെയ്തു. ആ ഒരു സമയത്ത് അവൻ പറഞ്ഞതാണ്, നീ എന്തായാലും ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. എല്ലാ ആളുകളും എന്നെപ്പോലെ തന്നെ ഇതെന്താണ് എന്ന് അറിയുവാൻ ശ്രമിക്കുന്നവരായിരിക്കും. അപ്പോൾ എനിക്ക് പറ്റിയ അബദ്ധങ്ങളൊന്നും തന്നെ അവർക്കും ഉണ്ടാവാതിരിക്കണം. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇനി പറയാൻ പോകുന്ന ഈ ഒരു പേര് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാകും, കാർഡിംഗ്. നമ്മുടെ യൂട്യൂബ് പ്ലാറ്റ്ഫോമിൽ തന്നെ പല ആളുകളും കാർഡിംഗ് എന്താണ് എന്നും അവയുടെ ദോഷങ്ങൾ എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ പോലും ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളാണ് കാർഡിംഗ് ചെയ്യുവാനായിട്ട് അല്ലെങ്കിൽ കാർഡിങ്ങിൻ്റെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുവാനായിട്ട് പല ആളുകളുടെയും മുന്നിലേക്ക് പോകാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ വീണ്ടും കാർഡിങ്ങിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു? നമ്മൾ ഇനിയും മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആ ഒരു സംഭവങ്ങളെല്ലാമായിരിക്കും നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാർഡിംഗ് എന്ന് പറയുന്നത് എല്ലാ ആളുകളും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതുമാത്രമല്ല, വീഡിയോ അവസാനം വരെ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഒരു യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലൂടെ എനിക്കൊരു മോട്ടിവേഷനാണ്. കാരണം ഇതുപോലെ ഇനിയും വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷനാണത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്താൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകൾ നിങ്ങളുടെ മുന്നിൽ ഇനിയും ഞാൻ എത്തിക്കുന്നതായിരിക്കും. ഒട്ടും വൈകാതെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ വളരെ സിമ്പിളായിട്ട് എന്താണ് കാർഡിംഗ് എന്ന് പറയാം. ലോകത്തിൻ്റെ പല ഭാഗത്തിലുള്ള ആളുകളുടെ ക്രെഡിറ്റ് കാർഡ് ആവട്ടെ, ഡെബിറ്റ് കാർഡ് ആവട്ടെ, അത്തരത്തിലുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യുകയും ആ ക്രെഡിറ്റ് കാർഡ്സ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ്സ്, ആ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് കാർഡിംഗ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ആളുകളെ കാർഡർ എന്നും പറയുന്നു. ഇതാണ് കാർഡിംഗ് എന്ന പ്രോസസ്സ്. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഈ കാർഡിംഗ് എന്ന് പറയുന്നത് ശരിക്കുമുള്ള സംഭവമാണോ അതോ വെറും ഫേക്കാണോ? യഥാർത്ഥത്തിൽ കാർഡിംഗ് എന്ന് പറയുന്നത് റിയലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. നമ്മുടെ ലോകത്തിൻ്റെ പല ഭാഗത്തിലുള്ള ആളുകളും കാർഡിംഗ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അറിയേണ്ട വസ്തുത, ഈ ഒരു 100% ആളുകളിൽ വെറും 5% ആളുകൾ മാത്രമാണ് റിയൽ കാർഡേഴ്സ് ആയിട്ട് നമുക്ക് പറയാറുള്ളത്. ബാക്കിയുള്ള 95% ആളുകളും നമ്മളെ പറ്റിക്കുവാനായിട്ട് ഞാനൊരു കാർഡറാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ഇനി എങ്ങനെയാണ് കാർഡിംഗ് പോസിബിൾ ആവുന്നത്? നമ്മുടെ ATM കാർഡ്സ് നോക്കുന്ന സമയങ്ങളിൽ നമുക്കതിലൊരു CVV കാണാൻ സാധിക്കും, ഒരു എക്സ്പയറി ഡേറ്റ് കാണാൻ സാധിക്കും. ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഫോണിൽ നമുക്കൊരു OTP വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഏത് തരത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷനും ഈ ATM ഉപയോഗിച്ചുള്ള ഏത് തരത്തിലുള്ള ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട് സാധിക്കൂ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇത്തരത്തിൽ OTP വന്നില്ല എങ്കിൽ എങ്ങനെയായിരിക്കും ഈ കാർഡേഴ്സ് എല്ലാവരും അവരുടെ ഓൺലൈൻ ട്രാൻസാക്ഷൻസ് സാധിക്കുകയും ഇങ്ങനെ സാധനങ്ങൾ വാങ്ങിക്കുകയും ചെയ്യുന്നത്? ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം, ഈ കാർഡേഴ്സ് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇൻ്റർനാഷണൽ കാർഡ്സ് ആയിരിക്കും. ഈ കാർഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, CVVയും എക്സ്പയറി ഡേറ്റും മാത്രം മതി ഒരു ഓൺലൈൻ ട്രാൻസാക്ഷൻ നടത്തുവാനായിട്ട്. അവിടെ OTPയുടെ ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സാധ്യത മുതലെടുത്തുകൊണ്ടാണ് എല്ലാ കാർഡേഴ്സും അവരുടെ പ്രോഡക്റ്റ്സുകൾ പർച്ചേസ് ചെയ്യുകയും പല ആളുകൾക്കും നൽകുകയും ചെയ്യുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള കാർഡേഴ്സ് റെഗുലറായിട്ട് അവരുടെ ഗാഡ്ജറ്റുകൾ പർച്ചേസ് ചെയ്യുന്നത് Amazon.com ആയിരിക്കും. .in അല്ല, .com. ഈ Amazon.com ഇൻ്റർനാഷണൽ കാർഡ്സ് യൂസ് ചെയ്യുകയും അതിലൂടെ പലതരത്തിലുള്ള ഗാഡ്ജറ്റുകൾ ഇവർ വാങ്ങിക്കുകയും അവരുടെ ക്ലയൻസിന് വേണ്ടി നൽകുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് കാർഡിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിലൂടെ അവർ അവസാനം വരെ നടത്താറുള്ളത്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ ആളുകളെല്ലാവരും ഇത്തരത്തിൽ കാർഡിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുകയും അതുപോലെ തന്നെ കബളിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു, 100% ആളുകളിൽ വെറും 5% ആളുകൾ മാത്രമാണ് റിയൽ കാർഡേഴ്സായിട്ട് ഉള്ളത്. ബാക്കിയുള്ള 95% ആളുകൾ നമ്മളെ പറ്റിക്കുന്നതിന് വേണ്ടി നിൽക്കുന്നവരാണ്. ഇനി വേറൊരു സംശയം നമുക്ക് എല്ലാവർക്കും തോന്നുന്നത്, എങ്ങനെയാണ് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകളുടെ കാർഡ് ഡീറ്റെയിൽസ് ഈ ഒരാളുടെ കയ്യിലേക്ക് എത്തുന്നത്? അതിൻ്റെ ഏറ്റവും വലിയ കാരണം ഡാർക്ക് വെബാണ്. ഡാർക്ക് വെബിനെ പറ്റിയുള്ള പല കാര്യങ്ങളും നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്.
അറിയാൻ ആഗ്രഹമുള്ളവർക്ക് ഞാൻ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. എങ്ങനെയാണ് ഡാർക്ക് വെബിൽ ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ചെല്ലുന്നത്? നമ്മളുടെ ഫോണുകളിൽ പലതരത്തിലുള്ള മെസ്സേജുകൾ ചിലപ്പോൾ വരുന്നുണ്ടാകും. 1 കോടി രൂപ നിങ്ങൾക്ക് സമ്മാനമായിട്ട് ലഭിച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ് ചുവടെയുള്ള ലിങ്കിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ചില മണ്ടന്മാർ ആ ലിങ്കിലൂടെ കടക്കുകയും തൻ്റെ കാർഡ് ഡീറ്റെയിൽസ് അവിടെ എൻ്റർ ചെയ്യുകയും ആ പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയും ചെയ്യും. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വെറും ഫേക്കായിരുന്നുവെന്ന്. പക്ഷേ ഫേക്കാണ് എന്ന് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ പോലും അവരുടെ കാർഡ് ഡീറ്റെയിൽസ് ഓൾറെഡി അവർ എൻ്റർ ചെയ്യുകയും ഇത്തരത്തിലുള്ള ഡീറ്റെയിൽസ് ചെന്നെത്തുന്നത് പലതരത്തിലുള്ള ഹാക്കേഴ്സിൻ്റെ കയ്യിലുമായിരിക്കും. ഈ ഹാക്കേഴ്സിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ പലതരത്തിലുള്ള കാർഡ് ഡീറ്റെയിൽസ് ലോകത്തിൻ്റെ പല ഭാഗത്തിലുള്ള കാർഡേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് കാർഡിംഗ് എന്ന് പറയുന്ന ഒരു ഫുൾ പ്രോസസ്സ് അവിടെ കംപ്ലീറ്റ് ആയി നടക്കുന്നത്. അടുത്ത ഏറ്റവും വലിയൊരു സംശയം എന്ന് പറയുന്നത് ഈ കാർഡിംഗ് എന്ന് പറയുന്നത് ഒരു ലീഗലാണോ ഇല്ലീഗലാണോ? ലോകത്തിൻ്റെ ഏതു രാജ്യത്തിലായാലും കാർഡിംഗ് എന്ന് പറയുന്നത് ഇല്ലീഗൽ തന്നെയാണ്. പക്ഷേ ഇന്ത്യക്ക് ഒരു വളരെ സ്പെഷ്യാലിറ്റി ഉണ്ട്. എങ്ങനെയെന്ന് പറഞ്ഞാൽ ലോകത്തെല്ലാ ഭാഗത്തും കാർഡിംഗ് ഇല്ലീഗലാണ് എങ്കിൽ പോലും ഇന്ത്യയിൽ കാർഡിംഗ് ഇല്ലീഗലാണ്. അതുപോലെ തന്നെ ഈ കാർഡിംഗ് വഴി ഗാഡ്ജറ്റുകൾ സ്വീകരിക്കുന്ന ആളുകൾ ക്രൈം ചെയ്തവരായിരിക്കും. ഒരേ സമയം 2 തരത്തിലുള്ള ആളുകളാണ് അവിടെ ക്രിമിനൽസായി മാറുന്നത്. ഈ കാർഡിംഗ് ചെയ്യുന്ന ആളും കാർഡിങ്ങിൻ്റെ ഫലമായിട്ട് ഗാഡ്ജറ്റുകൾ സ്വീകരിക്കുന്ന ആളും അവിടെ ക്രൈം ചെയ്തവരായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ IT ആക്ട് സെക്ഷൻ 66C പ്രകാരം ഇത് ഇന്ത്യയിൽ ഒരു ഇല്ലീഗലായിട്ട് അല്ലെങ്കിൽ നിയമവിരുദ്ധമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതാണ് കാർഡിങ്ങിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ കാർഡിംഗ് എന്താണെന്ന് പറഞ്ഞു, കാർഡിംഗ് ഫേക്കാണോ റിയലാണോ എന്ന് പറഞ്ഞു, കാർഡിംഗ് എങ്ങനെയാണ് പോസിബിൾ ആക്കുന്നതെന്ന് പറഞ്ഞു, കാർഡിംഗ് ലീഗലാണോ ഇല്ലീഗലാണോ എന്ന് പറഞ്ഞു. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പലതരത്തിലുള്ള യൂട്യൂബേഴ്സും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇനി പറയേണ്ടത്, എന്തുകൊണ്ട് ആളുകൾ ഇപ്പോഴും ആ കാർഡിംഗ് ഇനി പറയുന്ന സാധനത്തെ ട്രസ്റ്റ് ചെയ്തു പോകുന്നു, ട്രസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവരുടെ കെണിയിലകപ്പെടുന്നുണ്ട്? അതിന് കാരണം ഇത്തരത്തിൽ ടെലിഗ്രാമിലാവട്ടെ ഇൻസ്റ്റാഗ്രാമിലാവട്ടെ അതുപോലെ പലതരത്തിലുള്ള വെബ്സൈറ്റുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളുടെ സംസാരിക്കുന്ന ആളുകൾ നൽകുന്ന ചില പ്രൂഫുകളൊക്കെ ആയിരിക്കും. അതായത് നമ്മൾ ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകളെല്ലാം പർച്ചേസ് ചെയ്തിട്ടുണ്ട്, ഈ പർച്ചേസ് ചെയ്ത സാധനങ്ങൾ തൻ്റെ ക്ലയൻസിന് വേണ്ടി കറക്റ്റ് സമയത്ത് ഡെലിവറി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൂഫ് കാണിക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും വിശ്വസിക്കും, ഓഹ് കാർഡിംഗ് എന്ന് പറയുന്ന വലിയൊരു സംഭവമാണ്. എന്നിട്ട് വേറൊരു ഓഫർ കൂടി അവർ തരുന്നുണ്ട്. അതായത് കാർഡിംഗ് ചെയ്യുന്ന സമയത്ത് അവർ പറയുന്ന ഓഫർ, നിങ്ങളുടെ ടോട്ടൽ പേയ്മെൻറ്റിൻ്റെ ഇപ്പോൾ ഒരു സാധനം നിങ്ങൾ നോക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ പേയ്മെൻറ്റ് ഏകദേശം 5000 രൂപയാണെന്ന് വിചാരിക്കുക. അതിൽ 2500 രൂപ മാത്രം ആദ്യം പേയ്മെൻറ്റ് ചെയ്താൽ മതി. ബാക്കി ഔട്ട് ഓഫ് ഡെലിവറി വന്നതിന് ശേഷം നിങ്ങളുടെ സാധനം നിങ്ങളുടെ കയ്യിൽ കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കി പേയ്മെൻറ്റ് ചെയ്താൽ മതി എന്നായിരിക്കും. അപ്പോൾ മണ്ടന്മാരായ നമ്മൾ അത് വിശ്വസിക്കും, നമ്മൾ ആ സാധനം പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു 2500 നമ്മൾ അയക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഉള്ള കാർഡർ നമുക്കൊരു ഫോട്ടോ അയച്ചു തരും. നിങ്ങൾ ഈ ഒരു സാധനമാണ് ഇപ്പോൾ ബുക്ക് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്, നിങ്ങൾ പറഞ്ഞ ആ സാധനം ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ പ്രൂഫായിരിക്കും അവർ അയച്ചു തരുന്നത്. അപ്പോൾ പിന്നെ നമ്മളൊന്നും പറയണ്ടല്ലോ, നമ്മൾ വിശ്വസിച്ചു പോയി. കാരണം നമ്മൾ പറഞ്ഞ സാധനം അവർ നമുക്ക് വേണ്ടി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഉടനെ തന്നെ ആ സാധനം വരും. 2-3 ദിവസം യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും ഇല്ല. നമ്മൾ ആ സാധനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ പൈസ അടച്ചല്ലോ. ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആ ഒരാൾ മെസ്സേജ് അയക്കും. ആ ആൾ മെസ്സേജ് അയക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സാധനം ഔട്ട് ഓഫ് ഡെലിവറി ആയിട്ടുണ്ട്. അപ്പോൾ ഉടനെ നിങ്ങളുടെ കയ്യിലെത്തും, സാധനം നിങ്ങളുടെ അടുത്തെത്തിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് അയക്കും. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, ഒരു പിൻ നമ്പർ എൻ്റെ ഫോണിലൂടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ആ ഒരു പിൻ നമ്പർ ആ ആളുകൾക്ക് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യുന്ന ആളുകൾക്ക് അയച്ചാൽ മാത്രമേ നിങ്ങളുടെ സാധനം നിങ്ങളുടെ കയ്യിലേക്ക് എത്തൂ. പക്ഷേ അതിനൊരു കണ്ടീഷൻ, ബാക്കിയുള്ള 2500 കൂടെ എനിക്ക് അയച്ചു തരണം. അപ്പോൾ ഇങ്ങനെ പറയുന്ന സമയത്ത്, കാരണം സാധനം ഔട്ട് ഓഫ് ഡെലിവറി ആയി എന്ന് നമ്മൾ വിശ്വസിച്ചല്ലോ, നമുക്ക് അവർ കാരണം സ്ക്രീൻഷോട്ട് തന്നേക്കാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള 2500 കൂടെ, അപ്പോൾ ടോട്ടൽ പേയ്മെൻറ്റ് 5000 അവിടെ കംപ്ലീറ്റ് ആയി. കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ചാറ്റ് നോക്കുന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരാൾ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇതുവരെ ഓൺലൈനിൽ കയറിയിട്ടില്ല. അതുമാത്രമല്ല, നമ്മുടെ ചാറ്റ് മൊത്തം ക്ലിയർ ചെയ്തിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള കോൺടാക്റ്റും ആ ഒരു മനുഷ്യനായിട്ടില്ല. നമ്മുടെ 5000 പോയി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു സാധനം പർച്ചേസ് ചെയ്തു എന്ന് പോലും പറയാൻ പറ്റത്തില്ല. ഇത് മാത്രമല്ല, രണ്ടാമതൊരു പ്രശ്നം, നമുക്കിത് വെളിയിലോട്ട് ആരിടത്തിനും പറയാൻ പറ്റും. കാരണം നമ്മൾ സ്വയം അതിൽ പോയി ചാടിയതാണ്. അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ ആത്മാഭിമാനം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇടപെട്ടു എന്ന് ആരുടെ പറയത്തുമില്ല. അപ്പോൾ നമുക്ക് പറ്റിയ പണി നമ്മുടെ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങളിലൊന്നും പ്രതികരിക്കാതെ അടങ്ങി നിൽക്കുകയും ചെയ്യും. ഇതിൽ ഏകദേശം 2-3 ആളുകൾ മാത്രമായിരിക്കും മുന്നോട്ട് വന്ന് എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പറ്റി എന്ന് പറയാറുള്ളത്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ 1000-കണക്കിന് ആളുകളാണ് ഓരോ ദിവസവും കാർഡിംഗ് ചെയ്യുവാനായിട്ടും അവരുടെ പ്രോഡക്റ്റ്സ് വാങ്ങിക്കുവാനായിട്ടും ചെല്ലാറുള്ളത്. പക്ഷേ ഏകദേശം 50-20 ആളുകൾ മാത്രമാണ് മുന്നോട്ടെത്തി പറയാറുള്ളത് തനിക്ക് അബദ്ധം പറ്റിയെന്ന്. കാർഡിംഗ് നമുക്ക് ഇല്ലീഗലാണ് എന്ന് അറിയാമെങ്കിലും
പല ആളുകളും ചുളിവിന് പ്രോഡക്റ്റ്സ് കിട്ടുമെന്ന രീതിയിൽ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, ഇത് 100% സേഫാണ്, ഒരാളുകളും നിങ്ങളെ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നില്ല എന്ന് തന്നെയായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു സാധനം വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും പറഞ്ഞാൽ എല്ലാ ആളുകളും കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുക തന്നെയാണ്. ഈ ഒരു സാധനം ഒരിക്കലും കിട്ടില്ല എന്ന് മാത്രമല്ല, നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അവിടെ പോവുകയും ചെയ്യും. ഇനി റിയൽ കാർഡേഴ്സിൻ്റെ കാര്യം എടുത്തു നോക്കാം. നിങ്ങൾ കഷ്ടപ്പെട്ട് ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഫലമായിട്ട് കുറച്ച് പൈസ, ഏകദേശം 1 ലക്ഷം രൂപ സമ്പാദിച്ച് വെച്ചേക്കാണ് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്. ഒരു രാത്രി നിങ്ങൾ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ ആ ബാലൻസ് നോക്കുന്ന സമയത്ത് വെറും 0 ബാലൻസ് ആണ് നിങ്ങളുടെ അക്കൗണ്ടിൽ കാണിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മനോഭാവം ഏത് രീതിയിലായിരിക്കും? ചിന്തിച്ചിട്ടുണ്ടോ? ഈ ഒരു സംഭവം തന്നെയാണ് കാർഡിങ് ചെയ്യുന്ന ആളുകൾക്കുള്ളത്. അതായത് ആ കാർഡേഴ്സ് മോഷ്ടിച്ചെടുക്കുന്ന പൈസ എന്ന് പറയുന്നത് ഏതോ ഒരു പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ ഇരിക്കും. ആ പൈസയാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിക്കുവാനായിട്ട് ആളുകൾ ചിലവഴിക്കുന്നുള്ളത്. ഒരാൾ അവിടെ സന്തോഷിക്കുമ്പോൾ മറ്റൊരാൾ ഒരു ഭാഗത്ത് ദുഃഖിക്കുകയായിരിക്കും. ഓക്കെ, ഇനി ഈ കാർഡിങ് പോലെ തന്നെ മറ്റൊരു കാര്യമാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗാഡ്ജറ്റുകൾ വാങ്ങിക്കുന്നത് മാത്രമല്ല, പല ആളുകളും മണി ഡബിളിംഗ് എന്ന് പറയുന്നൊരു പരിപാടി ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾ എനിക്ക് 1000 രൂപ അയച്ചു തരൂ, 1 മണിക്കൂറിന് ശേഷം 2000 രൂപയായിട്ട് തിരിച്ചു തരാം. ഇതിനും അവർ പറയുന്ന ഏറ്റവും വലിയ കാരണം, നമ്മൾ കാർഡിങ് യൂസ് ചെയ്യുന്നുണ്ട്, പലതരത്തിലുള്ള ഇൻ്റർനാഷണൽ കാർഡ്സ് ഉപയോഗിച്ചുകൊണ്ട് പല ആളുകളുടെയും ഹ്യൂജ് ഓഫ് മണി എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ എനിക്ക് 1000 രൂപ അയച്ചു തരുമ്പോൾ ഞാൻ ഓപ്പോസിറ്റ് 2000 രൂപ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. ഇത്തരത്തിലും ചെല്ലുമ്പോൾ നമ്മൾ പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ് ചെന്നെത്താറുള്ളത്. ഇനി ഏത് തരത്തിൽ അത് നല്ലതാണ് എന്ന് നമ്മൾ പറയാൻ ശ്രമിച്ചാലും മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയാതെയായിരിക്കും ഇത്തരത്തിൽ കാർഡിങ്, ചിലപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പല ആളുകളുടെയും ഗാഡ്ജറ്റുകൾ നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മളും ഒരു കുറ്റക്കാരനായിട്ട് മാറുകയാണ്. എങ്ങനെയാണ്? നമ്മുടെ സമൂഹത്തിൽ നമ്മളൊരു കുറ്റക്കാരനാകുന്നു, നമ്മുടെ മനസാക്ഷിക്ക് മുന്നിൽ നമ്മളൊരു കുറ്റക്കാരനാകുന്നു, മാത്രമല്ല നമ്മുടെ നിയമത്തിന് മുന്നിൽ നമ്മളൊരു കുറ്റക്കാരനായി മാറുന്നു. ഈ കാർഡിങ് എന്ന് പറയുന്നത് ഒരുപാട് സംസാരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം ഇതെല്ലാം ഞാൻ വളരെ ഷോർട്ടായിട്ട് മാത്രം സംസാരിച്ചാണ് എന്താണ് കാർഡിങ് എന്നും എങ്ങനെയാണ് ഇവർ ഇത്തരത്തിലുള്ള പ്രോസസ്സ് നടത്തുന്നതൊക്കെ വളരെ ലഘുവായിട്ട് മാത്രമാണ് നമ്മൾ സംസാരിച്ചത്, വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. പക്ഷേ കാർഡിങ്ങിനെ പറ്റി വളരെ രീതിയിൽ സംസാരിക്കണമെങ്കിൽ ഇനിയും നമ്മളൊരു പാർട്ട് വീഡിയോ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള കാര്യങ്ങൾ, കാർഡിങ് മാത്രമാണോ ആളുകൾ പറ്റിക്കപ്പെടുന്നത്, ഇതുപോലെ വേറെ ഏതെങ്കിലും മേഖലകൾ നമ്മൾ പറ്റിക്കപ്പെടുന്നുണ്ടോ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ കമൻറ്റിലൂടെ നമ്മൾ അറിയിക്കാൻ ശ്രമിക്കുക. മാത്രമല്ല കാർഡിങ്ങിലൂടെയോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല അബദ്ധങ്ങളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ട് എങ്കിലും അതും എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടി ആകുമ്പോൾ പല ആളുകൾക്കും അതൊരു മോട്ടിവേഷൻ ആവാം. ഇനി അത്തരത്തിലുള്ള അബദ്ധങ്ങളിലേക്ക് ചെന്നെത്താതെ ഒരു മോട്ടിവേഷനായിട്ട് അത് മാറിയേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ അതും എന്നോട് പറയാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി തന്നെ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ എന്നെ അറിയിക്കാൻ ശ്രമിക്കുക. mitsqhub officials എന്നാണ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ID വരുന്നത്. നിങ്ങൾക്ക് സെർച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ് എങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കാതിരിക്കുക. ഇതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന ഒരുപാട് വീഡിയോസുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവർക്കും